നിങ്ങൾ അവനെ ന്യൂട്രൽ ഇഞ്ഞു കൊണ്ടുവരണം. ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. സ്തോത്രം. ന്യൂട്രൽ ഇത് പുറത്തുള്ളവരല്ലേ, യഹൂദന്മാര് തന്നെ. അങ്ങനല്ലേ 12-ാം വാക്യം വായിച്ചു. അപ്പൊ അകത്തുള്ളവരാ, വെളിയിലുള്ളവരല്ല. ഹൈന്ദവ സ്നേഹിതന്മാരല്ല, മുസ്ലിം സ്നേഹിതന്മാരുമല്ല. ചിലക്ക് ധാരണയുണ്ട് അവരവരാരുമല്ല, അവരൊക്കെ നിരപരാധികളാണ്. ചിലതിരിക്കുന്ന ഓർത്തഡോക്സുകാരാണ്, അവരൊന്നും അല്ല. ചിലരിക്കുന്ന യാക്കോബക്കാരാ, അവരുടെ മനസാവാച അറിഞ്ഞ കേസേ അല്ല. സ്തോത്രം, സ്തോത്രം. ഇത് വേറെ ആരുമല്ല, ഇതിനകത്തുള്ളവരാ, യഹൂദന്മാരാണ്. പൗലോസ് 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ബെന്യാമീൻ ഗോത്രത്തിൽ ഇസ്രായേൽ ജാതിക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ, ശുഷ്കാന്ത നിമിത്തം സഭയെ കണ്ടമാനം ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിന് നീതി സംബന്ധിച്ച് അനിന്ദ്യൻ. പിന്നെ റോമ പൗരത്വം, അത് കാശ് കൊടുത്ത് മേടിച്ചതല്ല, ജന്മത്തമായിട്ട് കിട്ടിയതാണ്. സന്നിധി സംഘത്തിലെ അംഗം, ന്യായപ്രമാണത്തിലെ സകല കൽപ്പനകളും ചട്ടങ്ങളും നന്നായിട്ട് അരച്ചു കലക്കി പഠിച്ചു കുടിച്ച് ഇഷ്ടമുള്ളവൻ, ഗമാലിയലിന്റെ പാദപ്പെടുത്തിയിരുന്നതാണ്. ഇതൊക്കെ പോരാ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട 14 ലേഖനം എഴുതി, പിന്നത്തേതിലും കൂടെ ചേർത്ത്. വെളിയിൽ നിന്നുള്ളവരല്ല, യഹൂദന്മാര് തന്നെ. ചോദിച്ച് പറയുമ്പോ അവസാനം ആരാ? നമ്മുടെ ആൾക്കാർ തന്നെ. സ്തോത്രം. ചില യഹൂദന്മാർ. അപ്പൊ ഇവര് ഈ കുറച്ച് നാളായിട്ട് ഈ പൗലോസിനെ എങ്ങനെ ഒതുക്കാന്ന് ഓർത്ത് ഞങ്ങൾ ഇവിടെ പണ്ട് മുതലേ ഉണ്ട്. ഇയാളൊരു 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ഇയാളുടെ ഒരു വെളിപ്പാട്, ഇയാളുടെ ഒരു പണ്ട് തലവടിയിൽ ഓമന പറമ്പിലെ ശുശ്രൂഷ, ഇയാളുടെ ഒരു പാട്ട്, ഇതൊക്കെ എന്നാ പറഞ്ഞാലും ഒരു പാട്ട്. മിക്ക നോട്ടീസിൽ ഇയാളുടെ പേര്. ഇയാള് ചെല്ലുമ്പോ ആൾക്കാരെല്ലാം കൂടെ ഏതാണ്ട് ഇടത്തൂടെ ഏതാണ്ട് ഉണ്ടെന്ന്. ഇടത്തൂടല്ല, മൊത്തം വലത്തൂടാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇപ്പൊ തട്ടിക്കൂട്ടിയ ഒരു സഭ. സ്തോത്രം. അപ്പൊ ചിന്തിച്ചു, എങ്ങനെയും ഒന്ന് ഒതുക്കണം, എങ്ങനെയും ഒന്ന് തകർക്കണം. അതിനാ ചില യഹൂദന്മാര്, അയ്യോ നമുക്ക് കൊല്ലണം. ഈ പെന്തിക്കോസി കൊല്ലുന്നെന്ന് പറഞ്ഞ പടലി വെട്ടുകല്ല, എഴുതിയും പറഞ്ഞും കൊല്ലുക. നിന്റെ വല്യപ്പൻ വിചാരിച്ച എന്നെ കൊല്ലുകയല്ല. സ്തോത്രം. ദൈവം അറിയാതെ, കർത്താവ് അനുവദിക്കാതെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർപ്പിച്ചിട്ട് ദൈവം അനുവദിച്ചാ ഇതെല്ലാം വരുന്നത്. കർത്താവ് അറിയാതെ ഒന്നും വരികയില്ല, കർത്താവ് അനുവദിക്കാതെ ഒന്നും വരികയില്ല. നീ ഇരിക്കുന്നത്, വെടിനിൽക്കുന്നത്, ചലിക്കുന്നത് നിന്റെ ദൈവം അറിഞ്ഞോണ്ടാ. നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം അറിയാതെ ഒന്നും വരികയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ മുട്ടയിൽ നിന്നോണം. പരക്കം പായരുത്. അങ്ങോട്ടോടി. പണ്ട് പിള്ളേര് പറഞ്ഞ ശ്രീമാമമ്മയെ ശ്രീമതി പുറകെ, പിള്ളേരല്ല ദൈവസന്നിധി ഇരിക്കണം. വിഷയമായിട്ട് ദൈവപാദപീഠത്തിലിരിക്കണം. ദൈവം ഇതെല്ലാം പരിഹരിച്ചു കൊണ്ടുവരും. യഹോവയെ കടിക്കാത്ത ഒരു കാര്യവുമില്ലെന്ന് ദൈവത്തിന് മകൻ. അപ്പൊ യഹൂദന്മാരെല്ലാം കൂടെ സംഘം ചേർന്ന് നമുക്ക് കൊല്ലണം, ഇവനെ കൊല്ലണം. അവിടെ ഒരു പ്രസംഗവും ഒരു ശുശ്രൂഷയും. അങ്ങോട്ട് ജാമ്പുവാന്റെ കാലത്ത് കുറെ പാട്ടും, പായി കൊള്ളാത്ത കുറെ പാട്ടും നോക്കിപ്പോലും പാടിയിട്ട് തെറ്റുക. അല്ല, ഇതൊക്കെയാ പോര്, ഇതൊക്കെയാ അസൂയ. അല്ല, ഞാൻ എന്നെ വല്ലവരുടെ 10 മോട്ടിച്ചോ, ഞാൻ പിടിച്ചു പറിച്ചോ, അവർ ആർക്കെങ്കിലും ദോഷമായിട്ട് വല്ലതും ചെയ്തേ? എന്റെ അറിഞ്ഞുകൊണ്ട് ഒരു ദോഷവും ചെയ്തിട്ടില്ല. കഴിവിന്റെ പരമാവധി എന്തേലും നന്മയെ ചെയ്തിട്ടുള്ളൂ. പിന്നെന്താ വിഷയം? പിന്നെ വിഷയം എന്താ? ശുശ്രൂഷയാ വിഷയം. അതുകൊണ്ട് നമുക്ക് ആരോടും വൈരാഗ്യമല്ല. നമുക്കൊരു എതിരാളിയുണ്ട്,
ഒരു അദൃശ്യ ശക്തിയുണ്ട്, അന്ധകാരത്തിന്റെ അധിപതിയുണ്ട്, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയുണ്ട്. ആ സേനയോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. പോരാട്ടമുള്ളത് ോടല്ല, ജഡീകരോടല്ല. പോരാട്ടമുള്ളത് ഈ ലോകരോടല്ല, ജഡീകരോടല്ല. സ്വർലോക ദുഷ്ടസേനയെ, സ്വർലോക ദുഷ്ടാത്മസേനയെ, വിശ്വാസികൾ ഉയർത്തിടുവീൻ ജയത്തിൻ കോടികൾ. വിശ്വാസികളെ പോരാട്ടമുള്ളത് ഈ ലോകരോടല്ല. ഓ പോരാട്ടമുള്ളത് സ്വർലോക ദുഷ്ടാത്മസേനയെ, ദുഷ്ടാത്മസേനയെ, വിശ്വാസികൾ ഉയർത്തിടുവീൻ ജയത്തിൻ കോടികൾ. വിശ്വാസികൾ വിശ്വാസികൾ കരമുയർത്ത് ദൈവത്തെ സ്തുതിക്ക്. അപ്പൊ ഈ യഹൂദന്മാരെല്ലാം കൂടെ സംഘം ചേർന്ന് ഒന്നിച്ച് അവര് പറയുകയാണ്, നമുക്ക് പൗലോസിനെ കൊന്നുകളയണം. പൗലോസിനെ കൊന്നുകളയുവോളം നീ കഞ്ഞിയും വെള്ളവും കുടിക്കാതിരിക്കുക. പൗലോസിനെ ഇപ്പൊ കൊല്ലാനും ഒക്കത്തില്ല, പൗലോസ് ഇപ്പൊ ചാകത്തുമില്ല. അതുകൊണ്ട് ഞാൻ നല്ല ബുദ്ധി പറയാം, നീ വൃത്തിയായിട്ട് പോയി ഊണ് കഴിക്കും. സ്തോത്രം. ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. തിന്നുകയും കുടിക്കുകയുമില്ല എന്ന് ശപഥം ചെയ്തു. പിന്നെ ഈ ശപഥം ചെയ്തവർ 40-ലധികം. അയ്യോ, ഒന്നും രണ്ടും പേരല്ല, 40-ലധികം പേർ. 40-ലധികം. ഈ ഉപവാസത്തിന്റെ 21 ദിവസത്തെ ഉപവാസത്തിന്റെ പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒരു വിഷയം ഈ 40 പേരും വെളിപ്പെടണം. അതാ ഒരു വിഷയം. പല വിഷയമുണ്ട്, അതിലൊരു വിഷയമാണ് 40-ലധികം. അപ്പൊ 40 പിന്നെ അത് ഓരോന്നിന് ദൈവം വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പണ്ട് ഒരാൾ പറഞ്ഞ പോലെ കടന്ന കൂട്ടിക്കൊണ്ടാ കല്ലെറിഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. ഇത് 40-ലധികം പേരാ, ഒന്നും രണ്ടുമല്ല. പിന്നെ ഇവര് മഹാപുരോഹിതന്മാരുടെ മൂപ്പന്മാരുടെ ഞങ്ങള് എങ്ങനെയും ഇങ്ങനെ കൊല്ലാതെ ഇനി ഞങ്ങള് ഒന്നും ആസ്വദിക്കുന്നില്ല. പിന്നെ ആകയാൽ നിങ്ങൾ അവന്റെ കാര്യം അധികം സൂക്ഷ്മത്തോടെ പരിശോധിക്കണം. നന്നായിട്ട് പരിശോധിക്കണം. എന്തുവാ? അധികം സൂക്ഷ്മത്തോടെ പരിശോധിക്കണം. പിന്നെ എന്നുള്ള ഭാവത്തിൽ അവനെ നിങ്ങളുടെ അടുക്കൽ താഴെ കൊണ്ടുവരുവാൻ ന്യായാധിപ സംഘവുമായി സഹസ്രാധിപനോട് അപേക്ഷിപ്പിൻ. എന്നാൽ അവൻ സമീപിക്കും മുമ്പേ ഞങ്ങൾ അവനെ ഒടുക്കിക്കളവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ വലിയ കാര്യത്തിൽ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇങ്ങനെ ഭാവിക്കണം. പുള്ളിയെ പരിശോധിക്കാൻ കൊണ്ടുവരിക. അതായത് നിങ്ങൾ താഴോട്ട് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ കയറി അതൊന്നും കാര്യമാക്കണ്ട. സ്തോത്രം. ഞാനും നിങ്ങളും ദൈവത്തിന്റെ ഉള്ളം കൈയില്ല. അവിടുത്തെ കൈ ആരാ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നത്? എവിടെങ്കിലും ഒരുത്തനെ ദൈവം ഒരുക്കും. സ്തോത്രം. ഒന്നേ പെങ്ങടെ മോനല്ലേ, ചേട്ടന്റെ മോനല്ലെങ്കിൽ ആരെയും ഒക്കെ. സ്തോത്രം. എങ്ങനെങ്കിലുമൊക്കെ ഇത് വെളിപ്പെടും. ആരെയെങ്കിലുമൊക്കെ ദൈവം. പിന്നെ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് വിവരിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒടുക്കിക്കളയും, കൊല്ലും. ഞങ്ങള് ഫാസ്റ്റിംഗ് ഇല്ല. ഈ കൊന്തറാക്കൊള്ളി ഒപ്പിച്ചാന്നോ?
ഒരുത്തനെ ഒടുക്കാൻ സംഘം ചേർന്ന് 40 പേര് സംഘം ചേർന്ന് വെച്ച് ഒരുത്തനെ ഒടുക്കുക. തന്ത്രമെല്ലാം കൂടി ഇരുന്ന് മെനഞ്ഞേച്ച് പറഞ്ഞു നമുക്ക് ഇവനെ ഒടുക്കണം, ഇനി ഭൂമിയുടെ മേളിൽ വെച്ചേക്കരുത്. എന്നിട്ട് പിന്നെ ഉപവാസം, പിന്നെ പരസ്യയോഗം, അത് ഞാൻ പറയത്തില്ല. സ്തോത്രം. മിച്ചത്ത് കണ്ട മനുഷ്യൻ ഒരുത്തനെ കൊല്ലാൻ കരുക്കളെല്ലാം കൂടെ ഒരുക്കി വെച്ചിട്ട സകല വെപ്പണും നാഗസാക്കിയിൽ ഇട്ടതിലും വലുതാ. അതെല്ലാം കൂടെ ഒപ്പിച്ച് വെച്ചു പറയാം നമുക്കിന്ന് സ്ട്രീറ്റ് മീറ്റിംഗ് എന്തോ സൂം മീറ്റിംഗ് അല്ല, സ്ട്രീറ്റിൽ പോയി നടത്തുമല്ലോ. എനിക്ക് 2 ഇംഗ്ലീഷൊക്കെ അറിയാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഏത് വിഷയത്തിനും ദൈവം ഒരു നീക്കം. പ്രൈസ് ദി ലോർഡ്. നിന്നാലാവും വിധം നീ ദൈവത്തെ സേവിക്കും, ദൈവം നിനക്ക് വേണ്ടി വഴിയൊരുക്കും. ആരെങ്കിലും പാറയൊരുക്കുന്നവനാ ദൈവം. ആര് മടക്കാതെ വണ്ണം തുറക്കുകയും ആര് തുറക്കാതെ വണ്ണം മടക്കുകയും ദാവീദിന്റെ നാക്കോ തോളുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പൊ ഈ വാക്കുകളൊന്നും കേട്ട് കാര്യമാക്കരുത്. സ്തോത്രം. ഗോലിയാത്ത് പറഞ്ഞ വാക്ക് കാര്യമാക്കരുത്. എബ്രയീമ്യർ പറഞ്ഞ വാക്ക് കാര്യമാക്കരുത്. പറവോൻ പറഞ്ഞ വാക്ക് കാര്യമാക്കരുത്. ഈ 40 പേര് യഹൂദന്മാര് ചേർന്ന് പറഞ്ഞ വാക്ക് കാര്യമാക്കരുത്. 2 കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് അങ്ങ് നിർത്താം. ക്ലോക്കെ നോക്കുന്ന ഞാൻ കണ്ടിപ്പോ പെട്ടെന്ന് ഞാൻ നിർത്താം. പിന്നെ വയറ്റിൽ പൈലോ അടിക്കുമ്പോ അപ്പൊ ശ്രദ്ധിക്കുക, ചില വാക്കൊന്നും കാര്യമാക്കരുത്. ഉമ്മ കുത്തിയിരുന്ന് അല്ല ഓസാറാന്നോ, ഇത് പറയാനല്ലേ ചെയ്യില്ല. മക്കളുമായി കൊച്ചുമകളുമായി ഇപ്പൊ ഞാൻ അത്രോ പറയുന്നു. കൊച്ചുമക്കളും എല്ലാം കേൾക്കുക. സാറേ പണ്ട് ഇപ്പോഴും എനിക്ക് ലജ്ജയില്ലേ? പൗലോസ് പറഞ്ഞ ലജ്ജ തോന്നുക. ഇവര് ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതൻ. ഒന്നുകൂടെ പേടിയാന്ന് തോന്നല്ലോ. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. അമ്മാമി ഒരു ദൂതനെ അങ്ങോട്ട് അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല അവരിലെന്ന് പറഞ്ഞ 18-ാം അധ്യായത്തിൽ അതിന്റെ പ്രയോഗം കിടപ്പുണ്ട്. ഏലിയ പറഞ്ഞു ഒറ്റ ഒരുത്തനെ വിടരുതെന്ന് പറഞ്ഞു. ഒറ്റ ഒരുത്തനെ ഉമ്മാർ ഉച്ച വരെ കിടന്ന് അലപ്പായിരുന്നു. കാളെ കണ്ടിച്ചു വെച്ചിട്ട് ബാലേ ഉത്തരവേ ബാലേ എവിടെ. അപ്പം ഏലിയാവ് ഇങ്ങോട്ട് പറഞ്ഞു എന്നാ ബാല ഉറങ്ങുകയായിരിക്കും. ബാലേ ഉത്തരം ഉടനെ പറഞ്ഞ എന്നാ ബാല പുറത്ത് വല്ലതും പോയതായിരിക്കും. അന്നൊക്കെ അകത്തില്ലല്ലോ. അതുകൊണ്ട് ബാല വെളിയിലായിരിക്കും. സ്തോത്രം. ഇല്ല ബാല യാത്രയിലായിരിക്കും. അപ്പൊ എനിക്കൊരു കപ്പലെ പോകുമ്പോ അവരുടെ വിശ്വാസം ഇവര് കപ്പലെ യാത്ര ചെയ്യുമ്പോൾ ബാലും കൂടായ കപ്പലായി വരുമെന്ന്. അതിനാ യാത്രയില്ലാന്ന് പറഞ്ഞു. സ്തോത്രം. ഉച്ച വരെ നിലവിളിച്ചിട്ട് ഒരു മറുപടി. ഉച്ചയായപ്പം ഏലിയാവ് വന്ന് ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം ഒന്ന് നന്നാക്കി, യാഗവസ്തുവിനെ കണ്ണമായി കണ്ടിച്ച് അതിന്റെ മേളിൽ അടുക്കി 2 സയാ വിത്ത് പതക്കത്തക്ക വിസ്താരത്തിൽ ഒരു തോട് കയറി. എന്നിട്ട് വെള്ളവും കോരി 4 തൊട്ടി. അതിന്തിനാ ഈ തോട് കീറി വെള്ളമെല്ലാം കോരി ഒഴിച്ചത്? ഒരു പ്രത്യേക ശുശ്രൂഷയാണ്. കഴുകാന്ന് എന്നാ കഴുക? അതിനകത്തൊരു ആത്മീക പാഠം പറയാം. ഉപദേശമല്ല, ഒരു പാഠം.
ഉച്ച വരെ നിന്ന് നിലവിളിക്കുക. ഒരനക്കവും ഇല്ല, ബാലും മിണ്ടുന്നില്ല, ബാലയും മിണ്ടുന്നില്ല, അതൊന്നും ഒന്നുമില്ല. പിന്നെ ഇവന്മാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവേൽപ്പിച്ചു, ഇവന്മാര് തമ്മിൽ ചോര ഏൽപ്പിച്ച്. അപ്പം ഭോജനയാഗം കഴിക്കേണ്ട സമയത്ത് ഏലിയാവ് വന്നു, യാഗപീഠമെല്ലാം അടക്കി, കാര്യങ്ങളെല്ലാം കൃത്യം വെച്ചു. അപ്പൊ ഈ പ്രാർത്ഥിക്കുമ്പം തീ ഇറങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഈ വെള്ളം കോരി ഒഴിച്ചതിന്റെ ഒരു ആത്മീക പാഠമാണ്. വെള്ളം കോരി ഒഴിച്ചപ്പോൾ ഇതെല്ലാം തണുത്ത് അല്ലെ നനഞ്ഞു. അന്നേരം തീ ഇറങ്ങിയെങ്കിൽ ഇവന്മാര് കുറച്ചുകൂടെ വിശ്വസിക്കുകയുള്ളൂ. അതല്ലാതെ വെള്ളം ഒന്നും ഒഴിക്കാതിരുന്നപ്പോ അതിപ്പം നല്ല ചൂടായിട്ട് നിന്നപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരസലുണ്ടായപ്പോൾ ഇവന്മാര് റൂട്ട് മാറ്റും. അത് ദൈവത്തിന് ഇഷ്ടമല്ല. വെള്ളം കോരി ഒഴിച്ചെല്ലാം നനച്ച് തണുത്ത് കുതിർന്നു കഴിഞ്ഞപ്പോൾ ഒറ്റ പ്രാർത്ഥന, അന്നേരം തീ ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്. അതാ ദൈവപ്രവൃത്തി, അതാണ് ദൈവപ്രവൃത്തി. ഈ ദൈവപ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു അവന്മാര് ഒരെണ്ണത്തിന് വിടരുത്, കയറി പിടിക്കാൻ പറഞ്ഞു. പിടിച്ച് മൂടിനെ കിതിരം തോട്ടി ഈശോ തോട്ടി കൊണ്ടുവന്ന് സ്തോത്രം. പഴയ പ്രമാണമായതുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണ്ട, നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം കഴിഞ്ഞ ചെന്നാൽ വടിവാളിഞ്ഞോണ്ടെടുത്തോ ഞാൻ ഇറങ്ങാന്നല്ല, പഴയ പ്രമാണം അതല്ല. പ്രാർത്ഥന പ്രാർത്ഥന അത്രേ ഉള്ളൂ. ഒതുക്കുവോ ഒതുക്കാതിരിക്കുവോ, ദൈവത്തിന് മഹത്വം. അപ്പൊ തന്റെ പ്രവാചകന്മാരെ എല്ലാം കൂടെ കൊന്നു. ഈ വിഷയം ഇസബേല് അറിഞ്ഞപ്പോ ഇസബേല് ദൂതനെ അങ്ങോട്ട് വിട്ട് ഏലിയാവിന്റെ അടുക്കൽ അവരിൽ ഒരുത്തനെ പറയാ, കഴിഞ്ഞ ദിവസം എന്റെ പ്രവാചകന്മാരെ കണ്ടിച്ചില്ല, അതുപോലെ നിന്നെ കണ്ടിക്കുമെന്നു. അതാ ഇസബേൽ. ഇസബേല് സീദോന്റെ രാജാവാക്കുന്ന ഇഖ്ബാലിന്റെ പുത്രിയാണ് ഇസബേല്. ക്ഷുദ്രക്കാരിയാണ്, ക്ഷുദ്രം ചെയ്യുന്നവളാണ്. നല്ല നാടൻ ഭാഷ കൂടോത്രക്കാരിയാണ്. അതുകൊണ്ട് അതിൽ ഏകു ഇസ്രായേൽ വന്നപ്പോ ചോദിച്ചു, ഒരാമ ചോദിച്ചു, ഏകുവേ സമാധാനമാണോ? അപ്പൊ ഏകു പറഞ്ഞു, എനിക്കും. എടാ നിന്റെ അമ്മയുടെ കൂടോത്രം ക്ഷുദ്രപ്രയോഗം ഇതുപോലെ ഒടികൊത്തി നിൽക്കുമ്പോ എനിക്ക് സമാധാനം വല്ലതും ഉണ്ടോ നീ? അപ്പൊ ഇവള് ക്ഷുദ്രക്കാരിയാണ്. ആ പാവം പിടിച്ച നാബോത്തിന്റെ മുന്തിരിത്തോട്ടം പറ, ചീരത്തോട്ടം, അതിന് അമ്മാമ പ്രത്യേക ഉപവാസമൊക്കെ ക്രമീകരിച്ചു. നീചന്മാരാകുന്ന ആൾക്കാരെ കൂലി കൊടുത്തു പറഞ്ഞു, ഇയാള് ഇതെല്ലാം ചെയ്തെന്ന് നിങ്ങൾ അങ്ങ് പറഞ്ഞോ. സ്തോത്രം. നാബോത്ത് ഇത് ചെയ്തെന്ന് നിങ്ങൾ പറയണം. നിനക്ക് എത്ര രൂപ വേണം? എനിക്ക് 500 രൂപ. 500 രൂപ നീ എന്നെ പറയും, ഞാൻ കണ്ടെന്ന് പറയും. നിനക്ക് എത്ര വേണം? എനിക്ക് 2000 രൂപ. 2000 തന്നാലേ ഞാൻ അവിടം വരെ വരണ്ടേ? നീചന്മാരാകുന്ന ചിലരെ വിളിച്ച് പ്രൈസ് ദി ലോർഡ്. പ്രവചനാത്മാവിൽ പ്രവാചകൻ പറഞ്ഞു, സൂക്ഷം നിനക്കിതുപോലെ നിന്റെ രക്തം നായ്ക്കള്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അല്ല അമ്മാമ ശുദ്രക്കാരിയാ, സൂത്രക്കാരി ശുദ്രക്കാരി. പ്രത്യേക ഫാസ്റ്റിംഗ് പ്രയർ അവിടെ പറഞ്ഞു, ആദ്യത്തെ ദിവസം നമുക്ക് നാബോത്തിന് വേണം ശുശ്രൂഷിക്കും. തന്ത്രത്തിൽ പക്ഷെ ദൈവം ഇത് കണ്ടു. അപ്പൊ ഇങ്ങനെ ക്രമക്കെട്ട് ജീവിക്കുന്ന ഈ സ്ത്രീ ദൂതനെ വിട്ട് പറഞ്ഞു, അവരിൽ ഒരുത്തനെ പോലെ നിന്നെ ആക്കുന്നില്ല എങ്കിൽ എന്റെ ദേവന്മാർ എന്നോട് അധികം തക്കവണ്ണവും അധികവും ചെയ്യുമാറാട്ടെ. മിക്കാറും അതേ ചെയ്ത് നടക്കുകയുള്ളൂ, മറ്റേ ചെയ്തൊന്നും നടക്കുകയല്ല. സ്തോത്രം. ദൈവമക്കൾ ഈ വാക്ക് കാര്യമാക്കരുത്. ഞാൻ ആ ഏലിയാവിനെ പറ്റി ഇങ്ങനെ പറയാറുണ്ട്. ഏലിയാവ് സ്തോത്രം കൊല്ലാൻ നോക്കുക, നിന്നെ എന്റെ പ്രവാചകന്മാരെ കൊന്നതുപോലെ തന്നെ നിന്നെ ചുമ്മാ ഇതൊന്നും കേട്ട് പേടിക്കരുത്, അന്ന് കാര്യമാക്കരുത്. തമ്പുരാൻ ഏലിയാവിനെ പ്രത്യേക സംരക്ഷണ വലയത്തിലാക്കി. സ്തോത്രം. അല്പം പുള്ളി പേടിച്ചു മാനുഷികമായിട്ടൊക്കെ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള, അപ്പൊ ഒരു ചെറിയ പേടി. ഏലിയാവ് പേടിച്ചെന്ന് സാരഭാത്തിലെ വിധിയോട് പുറകിൽ തട്ടിയാൽ പറഞ്ഞു പേടിക്കണ്ടെന്ന്. സാരഭാത്തിലെ അമ്മാമയോട് ഏലിയാവ് പറഞ്ഞു പേടിക്കണ്ട. എന്നിട്ട് ഇപ്പൊ ഈ പുള്ളിയുടെ വിഷയം വന്നപ്പോ മനുഷ്യനല്ലേ. സ്തോത്രം. പേടിച്ചിട്ട് പുള്ളി
ഓടി ഒരു ചൂരച്ചെടിയെ പറ്റി ചെല്ല് പറയുന്നത് 2-4 അടി പൊക്കം വന്ന, ഏറ്റവും ചെറുതിന് 2 അടി അല്ലെങ്കിൽ 4 അടി പൊക്കം, അതിന് കീഴിലാ പോയത്. മരിക്കാൻ മതി ഇനി എനിക്ക് മതി ഇനി എനിക്ക്, ഞാൻ ഒത്തിരി ശുശ്രൂഷ ചെയ്തു, ഇനി എനിക്ക് ശുശ്രൂഷ ചെയ്യണ്ട. എന്നെ ശുശ്രൂഷ ചെയ്യാൻ ആരും എന്നെ അനുവദിക്കുന്നില്ല. എൻ്റെ കാര്യമല്ല, ഇവിടെ ശുശ്രൂഷ ചെയ്യും. വേറെ വല്ലവരും ഒക്കെ ഷെട്ടിൽ കയറിയിരിക്കുമായിരിക്കും. എന്നെ കിട്ടുകയല്ല. നടക്കുന്ന കേസല്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. എലിയാവ് പറഞ്ഞു, മതി കർത്താവേ, മതി. യോനായും പണ്ട് പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് അത്താ മതി. 4-8 വായിച്ചു. യോനാപ്പി എന്നാ പറഞ്ഞേ? പെട്ടെന്ന് വായി. യോന എവിടാന്നാണോ തപ്പ്? എടുക്ക് പെട്ടെന്ന്. സൂര്യനുദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. അയ്യോ, മരിച്ചാൽ കൊള്ളാം ഇച്ഛിച്ചു. യോനാബി പുള്ളിയും പറയും, എനിക്ക് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. കർത്താവ് വിളിക്കുന്നത് വരെ ശുശ്രൂഷിക്കും. അല്ല, ആവണക്ക് പോയെന്നും പറഞ്ഞൊന്ന് ഞാൻ ശുശ്രൂഷ. ഒരു തള്ള അവിടെ കിടന്ന് വല്ലതും പറഞ്ഞെന്നോർത്ത് ശുശ്രൂഷ ഒന്നും നിർത്ത്. സ്തോത്രം സ്തോത്രം സ്തോത്രം. നെഞ്ചമേ നിൻ ചഞ്ചലങ്ങൾ ഒന്നും വേണ്ട, പഞ്ചമുറിവേറ്റതാതൻ തഞ്ചമേകിടും. നെഞ്ചമേ നിൻ ചഞ്ചലങ്ങൾ ഒന്നും വേണ്ട, പഞ്ചമുറിവേറ്റതാതൻ തഞ്ചമേകിടും. പിഞ്ചുപാകിൽ ഒരു നാളും തങ്കരുണകൾ കോർത്തു പുഞ്ചിരി തൂകിടുക നീ എന്നും മനമേ. പിഞ്ചുപാകിൽ ഒരു നാളും തങ്കരുണകൾ കോർത്തു പുഞ്ചിരി തൂകിടുക നീ എന്നും മനമേ. എനിക്കായി കരുതാമൻ ഉരച്ചവൻ, ചുമത്തും നൻഭാരമെല്ലാം എനിക്കായി കരുതുവാനീകത്തിലില്ല. ഒന്നോ ചുമത്തുന്നൻ ശത്രു ഭീതി കേട്ടതെല്ലും നടുങ്ങിടിലോ, ചൂരച്ചെടി തണലതിലുറങ്ങിടിലോ. ശത്രു ഭീതി കേട്ടതെല്ലും തണലതിലുറങ്ങിടിലോ. വന്നുണർത്തി തരും ഭൂതർ കനലാടാൻ ഇന്നോ തൃപ്തനാക്കി നടത്തിയിടും. വന്നുണർത്തി തരും ഭൂതർ കനലാടാൻ ഇന്നോ തൃപ്തനാക്കി നടത്തിയിടും. എനിക്കായി കരുതാമെന്നുരച്ചവൻ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോ. എനിക്കായി കരുതുവാനികത്തിലിൽ ഒന്നോ ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇസബേലിന്റെ വാക്ക് കേട്ട് അവൻ ഏലിയാവ് ഭയപ്പെട്ടു. പക്ഷെ എനിക്ക് നിങ്ങളോടും എന്നെ കേൾക്കുന്നവരോട് പറയുന്നത്, ഇതൊന്നും കാര്യമാക്കണ്ട, നിന്നെ കൊല്ലത്തില്ല. ഇസബേല് നിന്നെ തോടുകയല്ല. കാരണം നിനക്ക് ഇനി ശുശ്രൂഷയുണ്ട്. നീ ഇനി നിമിഷിയുടെ മകൻ യേഹൂവിനെ അഭിഷേകം ചെയ്യേണ്ടവനാ. ശുശ്രൂഷ തീർന്നിട്ടില്ല. നീ നിമിഷിയുടെ മകൻ യേഹൂവിനെ അഭിഷേകം ചെയ്യേണ്ടവനാ. അവൻ 12 കാളയായിട്ട് ഒരുത്തൻ ഉടുന്നോണ്ടിരിക്കുക, അവനെ നീ അഭിഷേകം ചെയ്യേണ്ടവനാ. സ്വോത്രം 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 സ്വോത്രം. മാത്രമാണോ ഏലിയാവിനെ പറ്റി ഇങ്ങനെ കൊണ്ട് ചിന്തിച്ചോ? ഒരു ചുഴലിക്കാറ്റ് പോലെ പ്രത്യക്ഷപ്പെട്ടത്. കാരണം 17-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, വായിച്ച രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-1. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്ന് വേറെ അഡ്രസ് ഒന്നുമില്ല. പുള്ളിയുടെ അഡ്രസ് ഒന്നും എടുക്കുന്നില്ല. എന്റെ അന്ന് അഡ്രസ് അങ്ങ് എന്ത് ബന്ധപ്പാടാ. എന്നാ വരവ് എന്റെ അടുത്തോട്ട് വന്നാൽ ഞാൻ കൃത്യ അഡ്രസ് പറയുകയല്ലായിരുന്നു.
പറയുന്നില്ല. ഇത്രേ ഉള്ളൂ. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്ന് തിശ്ബിനായ അത്രേ ഉള്ളൂ. എന്റെ ഭാഷ പറയാം, ഒരു ചുഴലിക്കാറ്റ് പോലെ പ്രത്യക്ഷപ്പെടുന്നത്. എവിടെ ഇരുന്ന് നടക്കത്തില്ല, നാട് കയറി വന്നു. അതിന്റെ പുറകിലത്തെ അധ്യായത്തിലൊന്നും അധികം പരാമർശങ്ങൾ അധികമില്ലല്ലോ. നോക്കി നിൽക്കുമ്പോ ചുഴലിക്കാറ്റ് പോലെ കയറി വന്നു ആദാമിനോട് പറഞ്ഞു, ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ചുഴലിക്കാറ്റ് പോലെ നേരെ പാലസിലോട്ട് കയറി പുള്ളിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. ഈ മനുഷ്യനെതിരെ ഈ തള കടന്ന് ഈ അലയ്ക്കുന്നത്, കൊല്ലും തിന്നും. തമ്പുരാൻ ഏലിയാവിനെ പറ്റി പദ്ധതി കിട്ടിയേക്കുന്നത്, നീ ഇനി ശുശ്രൂഷയുണ്ട്, ആ ചൂരച്ചോട്ടം കീഴിൽ കിടക്കുന്ന ദൂതനെ ഞാൻ അങ്ങോട്ട് കൊടുക്കും, അപ്പം തരും, കനലിൽ ചുട്ടത്, അത് കഴിച്ച് ബലപ്പെട്ട് ഹോരേബിൽ ചെല്ലണം, പിന്നെ ഞാൻ നിന്നോട് ഇടപെടും. മാത്രമല്ല നിനക്ക് ശുശ്രൂഷയുണ്ട്, തീർന്നില്ല. നിമിഷിയുടെ മകൻ യേഹൂവിനെ അഭിഷേകം ചെയ്യണം, ശാബാത്തിന്റെ മകനെ അഭിഷേകം ചെയ്യണം. ഇതൊക്കെ ശുശ്രൂഷകളാണ്. ഇതെല്ലാം ചെയ്ത് പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല നീ ചുഴലിക്കാറ്റ് പോലല്ലേ വന്നത്, നീ ചുഴലിക്കാറ്റിൽ എടുക്കപ്പെടും. നിന്നെ ശത്രുവിന്റെ കയ്യിൽ കൊടുക്കത്തില്ലെന്ന്. സ്തോത്രം. ചുഴലിക്കാറ്റ് പോലെ നീ വന്നെങ്കിൽ ഞാൻ നിന്നെ ചുഴലിക്കാറ്റിൽ അങ്ങോട്ട് എടുക്കാൻ പദ്ധതി ഇട്ടിരിക്കുക. നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴി, നമ്മുടെ ചിന്തകളല്ല ദൈവത്തിന്റെ ചിന്ത. ഇന്ന് പകൽ ദൈവത്തിന്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്ക. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ആട്ടെ, ഞാന് വിവരിക്കുന്നില്ല, വേഗത്തിൽ അങ്ങ് നിർത്തുക. ദൈവത്തിന്റെ മഹത്വം. ഇസബേൽ പറഞ്ഞ കാര്യമൊന്നും വാക്കുകളൊന്നും കാര്യമാക്കണ്ട. നിന്നെ പറ്റി ദൈവത്തിന് വേറെ പ്ലാനുണ്ട്. തല എവിടെ കിടന്ന് അലയ്ക്കുന്നെന്നും പറഞ്ഞ അതിന്റെ പുറകെ തലയാന്നേലും തന്തയാന്നേലും ചേട്ടനാന്നേലും കൊച്ചാച്ചനാന്നേലും ആരാലും അതൊന്നും ശ്രദ്ധിക്കുക വേണ്ട. നിനക്ക് ശുശ്രൂഷയുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ വാക്ക് കാര്യമാക്കണ്ട. ഗോലിയാത്ത് പറഞ്ഞ വാക്ക് കാര്യമാക്കണ്ട. എബ്രാഹിമര് പറഞ്ഞ വാക്ക് കാര്യമാക്കണ്ട. ഫറവോൻ പറഞ്ഞ വാക്ക് കാര്യമാക്കണ്ട. 40 പേര് യഹൂദന്മാര് ചേർന്ന് പൗലോസിനെതിരെ പറഞ്ഞ വാക്ക് കാര്യമാക്കണ്ട. ഇവിടെ ഇതാ ഇസബേൽ പറഞ്ഞ വാക്കും കാര്യമാക്കണ്ട. സ്തോത്രം, സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോയ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിച്ച്, യോഹന്നാൻ 11:4 വേഗത്തിൽ 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 വായിച്ചങ്ങ് നിർത്താം. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല എന്ന് പറഞ്ഞ ഇതാ ഇത്ര കേട്ടോളൂ. അയ്യോ, ലാസറിന് ദീനം കൂടി. യേശു അതൊന്നും കാര്യമാക്കി. ഈ 11-ാം അധ്യായത്തിന്റെ ആദ്യം വായിക്കുന്നത് ഒരുത്തനെന്നാ ലാസറിനെ പറ്റി പറയുന്നത്. ഒരുത്തൻ പുള്ളി യോഗത്തിനിരിക്കുന്നവനല്ല, അതാ പുള്ളിയെ ഒരുത്തൻ. യോഗത്തിനൊന്നും പുള്ളി ഇരിക്കും. ഇനി യോഗത്തിന് ഇരിക്കുന്നില്ലെങ്കിലും പുള്ളി പുറകെ നിന്ന് സഹായമൊക്കെ ചെയ്യും. പച്ചക്കറി മേടിച്ചു കൊണ്ട് കൊടുക്കും, അത് വീടിന് പുറകെ ഇരുന്ന് അരിഞ്ഞു കൊടുക്കും. എൻ്റെ ഭാവന ഇറച്ചി പുള്ളി നുറുക്കി കൊടുക്കും, മീൻ വെട്ടി കൊടുക്കും, തേങ്ങാ തിരുമ്മി കൊടുക്കും. പക്ഷെ പുള്ളി ഇവിടെ യോഗത്തിന് ഇരിക്കുകയല്ല. കർത്താവിന് തേങ്ങാ തിരുമെന്നല്ല വിഷയം, നീ യോഗത്തിന് ഇരിക്കുന്നതാണ്. തേങ്ങാ പൊതിച്ച് പുറകെ കൂടെ നടക്കുന്നതാണോ യേശുവിന്? സ്തോത്രം, സ്തോത്രം. ചെല്ല അങ്ങനെ യോഗത്തിന് നമ്മളെ പറഞ്ഞു വിടും. പെട്ടെന്ന് ചില സമയം പോയി ചെല്ലേ, ഞാൻ ഇതുകൊണ്ട് അത് ഞാൻ മടക്കിക്കോളാം, പെട്ടെന്ന് ഇവര് വരികയല്ല. വേറെ ദിവസം എടുത്തില്ലേ, എന്ത് ഉത്സാഹമാണ് നമ്മളോട്. അത് ഓണടിക്കുന്നു, പെട്ടെന്ന് ചെല്ല്, അല്ല നല്ലത് എന്ന് പറഞ്ഞ പോലെ ലാസർ ഈ സഹോദരിമാർ 2 മാർത്ത മറിയ, അവരെ പറ്റി ചെല്ല് പറയുന്നത് ഈ മാർത്ത വിധവയായിരുന്നെന്ന. മാർത്ത വിധവയായിരുന്നു. മറിയ വിവാഹം ചെയ്തില്ലെങ്കിലും ജ്യേഷ്ഠത്തി വിധവയായിട്ട് വീട്ടിൽ നിൽക്കുന്നു. ഇവരുടെ അപ്പനെ പറ്റി ഒരു ചരിത്രം പറയുന്നത് കുഷ്ഠരോഗിയായ ശിമോൻ ഇവരുടെ അപ്പനായിരുന്നെന്ന.
യേശു ഇറങ്ങി വന്നപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് പറഞ്ഞു, ഗുരു നിനക്ക് എന്നോട് മനസ്സുണ്ടെങ്കിലൊന്ന്. യേശു സൗഖ്യമാക്കി. അതാ വേറൊരു ഭാഗത്ത് കുഷ്ഠരോഗിയാകാതെ ശിമോന്റെ വീട്ടിലിരിക്കുമ്പോ ലാസറിനെ പറ്റി വേറെ പഠിതാക്കൾ ചെല്ലു, എനിക്ക് വലിയ ചരിത്രമൊന്നും അറിയത്തില്ല, പറഞ്ഞുള്ള അറിവാ. പറഞ്ഞ പുള്ളി ന്യായപ്രമാണം പകർത്തി എഴുതുമായിരുന്നു തിരുവെടുത്തെ തോൾ ചുരുളിൽ. അപ്പൊ അങ്ങനെ പകർത്തി എഴുതുമ്പം ഒരു ചെറിയ തുച്ഛമായ വരുമാനം അവിടുന്ന് ഈ പള്ളിക്കായതുകൊണ്ട് അധികം കാശ് കിട്ടുകയല്ല, തുച്ഛമായത് കിട്ടും. അതുകൊണ്ട് ഈ വിധവയല്ലേ മൂത്ത പെങ്ങള് അമ്മാമ്മയുടെ കൊടുക്കും, മാർത്താമാമ്മയുടെ കൊടുക്കും. മാർത്താമാമ്മ അത് എടുത്ത് ദോഷമൊന്നും ഒപ്പിക്കുകയല്ല, യേശുവും ശിഷ്യന്മാരും കൂടി വീട്ടിൽ വരും. അപ്പൊ അവർക്ക് ഭക്ഷണം ഒരുക്കുക, യേശുവിന്റെ ഇഷ്ടം അനുസരിച്ച്. കാരണം ഈ യെരുശലേമിലേക്ക് പോകാൻ ബെഥാന്യ കൂടിയാ പോകുന്നത്. ചെറിയ ഇറക്കം, ഞാൻ പോയിട്ടില്ല, പോയിട്ടില്ല, ചെറിയ ഇറക്കം വന്ന അവിടെ ബെഥാന്യ. അപ്പൊ ഇടയ്ക്ക് വന്ന് അവിടെ തങ്ങി പിന്നെ അങ്ങോട്ട് ചെല്ലുന്നത് യെരുശലേമിലോട്ടാണ്. നല്ല പരുവത്തിനുള്ളൊരു വീട്. സഹോദരിമാരാണെങ്കിലും യേശു വരുമ്പോ കഥ അടക്കിയല്ല. യേശുവിനെ മാർത്തയാണെങ്കിൽ അടുക്കളയിൽ നല്ല ചരമം, അതും ഒരു ശുശ്രൂഷ. ഉള്ളവർക്കെന്ന് സ്റ്റേജിൽ കയറി കസർത്തുന്ന മാത്രമാണ് ശുശ്രൂഷ എന്നാണ്. സ്റ്റേജിൽ കയറി കസർത്തുന്ന പല പെണ്ണുങ്ങളും വീട്ടിലൊന്നും ചെയ്യാത്തതുമാണ്. അതെ, എല്ലാവരുടെയും കാര്യമല്ല. ഇന്ന് പകലൊരു വിറ്റത്തില്ല, തോരൻ വെക്കാൻ പോലും ഒക്കെ അറിയാൻ മേല. മെഴുക്കുവരട്ട് വെച്ചപ്പോ അടിയിൽ പിടിച്ചു. എല്ലാവരുടെയും കാര്യമല്ല. പക്ഷെ ആരും അറിയാത്ത ചില മാന്യ സഹോദരിമാരുണ്ട്. നോട്ടീസ് ഫോട്ടോ ഒന്നും കാണുകയല്ല, പേര് പ്രശസ്തി സിസ്റ്റർ അങ്ങനൊന്നും പേരൊന്നുമില്ല. പക്ഷെ ആരും അറിയാത്ത ചില സഹോദരിമാരെ അടുക്കളയിൽ ദൈവമക്കളെ ശുശ്രൂഷിക്കാൻ, ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ദൈവകുഞ്ഞുങ്ങൾക്കും ഒക്കെ വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ അവര് സ്വർഗം അറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവര് നല്ലതുപോലെ, ഞാൻ എപ്പോഴും ഓർക്കാണ്ട് ആ പരുത്തന്മാരിലെ മണം പറഞ്ഞു പോയി ഇത്യുപദേശിയുടെ ഭാര്യ, ആ അമ്മച്ചി, എൻ്റെ ദൈവമേ, അവിടെ അമ്മച്ചിക്ക് അടുക്കളയെ നിറങ്ങാൻ നേരം എപ്പോ നോക്കിയാലും ഈ അമ്മ അടുക്കളയല്ല. ഇന്നത്തെ പോലെ ഗ്യാസോ കുന്തോ വല്ലതും ഉണ്ടോ? ഈ 8-10 പേര് ഓരോ നിർത്തിഞ്ഞ് വരുമ്പോൾ തന്നെ അടുപ്പയിലരി ഇടും. അമ്മച്ചി അടുക്കളയെ നിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അമ്മച്ചി സ്റ്റേജിലൊന്നുമില്ല. യുദ്ധിപദേശി എന്നത്തെ അവിടെ സഭയുടെ പ്രസിഡന്റാണ്. പ്രസിഡന്റിന്റെ ഭാര്യ ഇപ്പോൾ ചില സഭയിൽ അങ്ങനല്ലേ, ലാസ്റ്റ് സാക്ഷ്യം ആരാ? പ്രസിഡന്റിന്റെ ഭാര്യ. അമ്മ അങ്ങോട്ട് വരിക പോലും ചില സഭയിൽ അങ്ങനെ ഉണ്ട്. സഹോദരിമാരെല്ലാം പറഞ്ഞു തരുമ്പോഴാണ് പാസ്റ്റർമാമ അങ്ങനെ ചിലയിടത്തുണ്ട്. അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഭാര്യ, ലാസ്റ്റ് സെക്രട്ടറി, പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ സെക്രട്ടറിയുടെ ഭാര്യ, ആണുങ്ങളുടെ കൂട്ടത്തിൽ ലാസ്റ്റ്. ചിലയിടത്ത് സെക്രട്ടറി പിന്നെ മുന്നോട്ട് ഇനി പോരുക, മുന്നോട്ട് വന്ന് ഇവിടെ വന്ന് ആ മേശയെ പിടിച്ചൊരു നിപ്പും. അന്നേരം പറയണം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പറഞ്ഞു നീ പറഞ്ഞാൽ മതി എന്ന് പുസ്തകക്രമം. ഈ ഉപദേശിയുടെ അമ്മച്ചി, അമ്മ, ഞാൻ എന്റെ ദൃഷ്ടിപ്പെട്ട കാര്യം പോലെ ഒത്തിരി അമ്മമാരുണ്ട്, ആരും അറിയാത്ത, പേരില്ലാത്ത, പ്രശസ്തി ഇല്ലാത്ത, പക്ഷെ അവരെ അറിയുന്നൊരു ദൈവമുണ്ട്. മാർത്ത അതുപോലെ, അത് ശുശ്രൂഷ. അങ്ങനെ മാർത്ത എഴുതിയേക്കുന്നത് ശുശ്രൂഷ, അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത് മാർത്ത. മാർത്ത എന്താ പറഞ്ഞേ? ശുശ്രൂഷയാ എന്നെ കുഴഞ്ഞോ 2 കാലമായപ്പോ. സ്തോത്രം. അതുപോലെ ശുശ്രൂഷയാ. ഭക്ഷണം ഉണ്ടാക്കുന്നതും കൊടുക്കുന്നതുമൊക്കെ ഒരു ശുശ്രൂഷയാ. ചെല്ല് ധരിച്ചു വയ്ക്കുന്നത് പ്രസംഗിക്കുന്ന മാത്രമാ, തകർത്തടിച്ചു നിന്ന് പ്രസംഗിക്കുന്നത് മാത്രം അല്ലല്ലല്ല. ഇതെല്ലാം ശുശ്രൂഷയിൽപ്പെട്ടതാണ്. ഇവിടെ പായിടുന്നത് ഒരു ശുശ്രൂഷയാ. കസേര അതിന്റെ ഓർഡർ ഇടുന്നെങ്കിൽ അതൊരു ശുശ്രൂഷയാ. സ്തോത്രം, സ്തോത്രം. എല്ലാവർക്കും ദൈവ ശുശ്രൂഷ തന്നിട്ടുണ്ട്. അപ്പൊ കർത്താവ് ഈ ഭവനത്തിൽ വരും. കർത്താവ് ഈ ഭവനത്തിൽ വരുമ്പോ ലാസർ ഒരൊറ്റ യോഗത്തിന് ഇരിക്കുകയല്ല, കാര്യങ്ങളെല്ലാം അടുപ്പിച്ചു കൊടുത്തേച്ച് സമയമാകുമ്പോൾ ലാസർ മുങ്ങും. അതാ നല്ലത്. ലാസർ കുട്ടനാടൻ ഭാഷ പറഞ്ഞ ഉണ്ടയിടും. കാര്യങ്ങളെല്ലാം അടുക്കി പെറുക്കി വെച്ചേച്ച് യേശു പയ്യെ നമുക്കെന്നാ പ്രാർത്ഥിച്ച് യോഗം തുടങ്ങാം. അന്നേരം ലാസർ ബൈക്കുമായിട്ട്
അപ്പൊ കർത്താവിന് മനസ്സിലായി ഇവനെ ഇങ്ങനെ വിട്ടാൽ ഒക്കത്തില്ലല്ലോ. ഇവൻ നല്ലതാ, അവന് കിട്ടുന്ന കാശെല്ലാം മൂത്ത പങ്കടയിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്, അവൾ അതെല്ലാം ആക്കി അടിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച എനിക്ക് ബീഫ് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവൻ എവിടെയോ മുണ്ടക്കയത്ത് പോയാൽ അത് മേടിച്ചത് എൻ്റെ അഭിപ്രായമാണ്. പക്ഷെ ഇവനെ അങ്ങനെ വിട്ടാൽ ഇവനെ യോഗത്തിനൊന്ന് ഇരുത്തണ്ടേ. കർത്താവ് അതിന് പദ്ധതി കേട്ടു. നേരെ ഒരു ദീനം വായിച്ച 11:1 മുതൽ. മറിയയുടെയും അവളുടെ സഹോദരിയുടെയും ഗ്രാമമായ ബേഥാനിയയിലെ ലാസർ എന്ന ഒരുത്തൻ ഇവന് ഈ യോഗത്തിൽ ഇരിക്കാത്ത കൊണ്ടായിരിക്കാം ഇവനെ പറ്റി ഒരുത്തൻ. കാരണം ഈ സഭയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരുത്തൻ അതിന്റെ ഓർഡർ. അപ്പൊ ലാസർ ദീനമായി. ഇനി അടുത്ത വാക്യം വായിച്ചു. ആ സഹോദരിമാർ അവന്റെ അടുക്കലാണ് ആളയച്ചു. കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയും. യേശു ഇതൊന്നും കാര്യമാക്കി. യേശു അത് കേട്ടിട്ട് ഈ ദീനം എന്ന് പറഞ്ഞാൽ യേശു അത് കേട്ട്, പക്ഷെ കാര്യമാക്കാൻ ഇത് കർത്താവിന്റെ പദ്ധതി. ഇവനിങ്ങനെ ഈ പുറമേ നടക്കുകയല്ല, ഇവൻ യോഗത്തിലിരിക്കണം. ഞാനിനി വ്യാഖ്യാനിച്ചു വിശദീകരിച്ച് പ്രസംഗിക്കുന്നില്ല. സ്തോത്രം. ദീനം കഠിനമായി, ദീനം കൂടി. യേശു പോയില്ല, കൂടെയുള്ളവരെ വിട്ടില്ല. അവസാനം അത് കലശലായി. യേശുവും പോയില്ല, ശിഷ്യന്മാരെയും വിട്ടില്ല. അവസാനം ലാസർ മരിച്ചു. അടക്കത്തിന് പോലും കർത്താവ് പോയില്ല. എന്നാൽ ശിഷ്യന്മാര് ഒരാളെ നിങ്ങൾ പോയി അനുശോചന എൻ്റെയും കൂടെ നാമത്തിൽ ചിലങ്ങനല്ലേ, എൻ്റെയും ഞാനിപ്പോൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയുടെയും എൻ്റെ സങ്കട പുള്ളി അതിലൊക്കെ ഉണ്ട്, അതിൻ്റെ സങ്കടതയും എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ മകൻ ഇപ്പോൾ അബുദാബിയിലുണ്ട് അവൻ്റെയും, എൻ്റെ മൂത്ത മകൻ കാലിഫോർണിയയിലുണ്ട് അവൻ്റെയും. വന്നവരോട് അറിഞ്ഞ് എവിടെല്ല കർത്താവ് ഒന്നും വിട്ടില്ല. കർത്താവും പോയില്ല, ശിഷ്യന്മാരെ വിട്ടില്ല. 3-4 ദിവസം കഴിഞ്ഞ് യേശു അങ്ങോട്ട് പോകാന്ന് പറഞ്ഞപ്പോ തോമാസ് പറഞ്ഞു നമുക്കും ചാകാം, മിക്കവാറും തല്ലിക്കൊല്ലാൻ സാധ്യത ഉണ്ട്. ആ ചെറുക്കനെ ദീനമാണെന്ന് പറഞ്ഞ് എത്രയോ പ്രാവശ്യം അവിടെ പോയി തിന്നുകയും കുടിക്കുകയും കിടക്കുകയും ചെയ്തു. എന്നിട്ട് ചെറുക്കനെ ദീനമാണെന്ന് പറഞ്ഞപ്പോൾ ഇയാളൊന്ന് വിളിച്ചു പോലും ചോദിച്ചില്ല. എന്നാൽ ഞങ്ങളെ ഒരാളെ വിട്ടോ, അതും ഇല്ല. എന്നാൽ ആ അടക്കത്തിനെങ്കിലും ഒന്ന് പോയി. അത് വലിയ ഇപ്പം എല്ലാവരും കൊണ്ട് തള്ളിക്കൊണ്ടങ്ങോട്ട് ചെല്ലുക, സൂക്ഷം തല്ലിക്കൊല്ലോ അവർ. അതാ തോമാസ് പറഞ്ഞു നമുക്കും അവൻ്റെ കൂടെ പോയി, നമുക്കും അവൻ്റെ കൂടെ പോയി. പക്ഷെ വിവരിക്കുന്നില്ല. കർത്താവ് അവിടെ വന്നു, സംസാരമൊക്കെ നിങ്ങൾക്കറിയാം. പറഞ്ഞ് അവസാനം മാർത്തയോടും മറിയോടും ചോദിച്ചു എന്ത് വെച്ച സ്ഥലം എവിടെ? സ്ഥലം കാണിച്ചു. യേശു അവിടെ അവർ കരഞ്ഞപ്പോൾ യേശു കരഞ്ഞു. അതാ കർത്താവിന്റെ വിശേഷത. നീ കരയുമ്പോൾ നിന്റെ കൂടെ കരയും. നിന്റെ മനസ്സ് വേദനിക്കുമ്പോൾ യേശുവിന്റെ മനസ്സും വേദനിക്കും. നീ ഭാരത്തോടിരിക്കുമ്പോൾ അവിടുത്തെയും നിന്റെ കൂടെ ചേർന്ന് ഭാരപ്പെടുന്നവനാ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് കരഞ്ഞു. അവനെ വെച്ചത് എവിടെ? കല്ലറ കാണിച്ചു കൊടുത്തു. ലാസറെ പുറത്തു വരാൻ പറഞ്ഞു. അന്നേരം പുറത്തു വന്നു. എന്തിനേറെ ഇനി 12-ാം അധ്യായം 1-2 വായിച്ചേ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി. അടുത്തത് മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നത്. ലാസർ ഇപ്പൊ തന്റെ പന്തിക്കിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ദീനം വന്നത് നിന്നെ നശിപ്പിക്കാനല്ല, പന്തിക്കിരുത്താനാ. ഈ പ്രശ്നം വന്നത് നിന്നെ തകർക്കാനല്ല, നീ യേശുവിന്റെ കൂടെ പന്തിക്കിരിക്കാനാ. ഈ പ്രശ്നം വന്നത് ശുശ്രൂഷ നശിപ്പിക്കാനല്ല, ശുശ്രൂഷയ്ക്ക് തിളങ്ങി വരാനാ. ഈ പ്രശ്നം വന്നത് തിരുവല്ല ഹെബ്രോ സഭ മുടിക്കാനല്ല, സഭ ശക്തിപ്പെട്ടു വരാനാ. ഈ പ്രശ്നം വന്നത് നിന്നെ മുടിച്ചു കളയാനല്ല, നിന്നെ പണിതെടുക്കാനാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവനോടുകൂടെ പന്തിക്കിരുത്തുവാ. ഈ പ്രശ്നം വന്നത് നീ കൃപാവരത്താൽ നിറയാനാ. ഈ പ്രശ്നം വന്നത് നിനക്ക് വരത്താൽ നിറയപ്പെടാനാ. ഈ പ്രശ്നം ഉണ്ടായത് നിന്നെ മുടിച്ചു കളയാനല്ല. വിശ്വസിക്ക് വിശ്വസിക്ക് വിശ്വസിക്ക്. സ്തോത്രം പറ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹട്ടമന ജലപട സപ്തല റിഗതന ബിരിബിക പദപടമന. ഓ ജീസസ്. എന്റെ ഭാഷയെ പറഞ്ഞ യേശു ബെഥാനി വന്നപ്പോഴല്ല ലാസർ ഉഴപ്പി നടക്കുക. തമ്പുരാന് മനസ്സിലായി ഇങ്ങനെ വിട്ടാൽ ഇവൻ ഉഴപ്പി ഇവന്റെ ജീവിതം നശിക്കും. അതിന് തമ്പുരാൻ ദീനം ഉണ്ടാക്കി. ഒരു ദീനം വന്നു, ദീനം കൂടി, ഇവൻ മരിച്ചു. എല്ലാവരും വിധി എഴുതി മരിച്ചെന്ന്. അങ്ങനല്ല, ഇവനെ ഉയർപ്പിക്കാൻ കഴിവുള്ളവനാ യേശു.
പുറത്ത് വരാൻ പറഞ്ഞ് പുറത്ത് കൊണ്ടുവന്നു. പിന്നത്തെ പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് യേശു വീട്ടിൽ വന്നപ്പോ താണ്ട ലാസർ പന്തിക്കിരിക്കുന്നു. നിന്നെ പന്തിക്കിരുത്താനാ, നിനക്ക് ശുശ്രൂഷ തരാനാ, നിന്നെ ബലപ്പെടുത്താനാ, നിന്നെ നശിപ്പിക്കാനല്ല, നിനക്ക് കൃപ തരാനാ, സഭ ഉണർത്തപ്പെടാനാ. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു. അവൻ ഉരകിയ ദൈവശബ്ദം ഇന്ന് നിന്നിൽ മുഴങ്ങിടട്ടെ. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു. അവൻ ഉരകിയ ദൈവശബ്ദം ഇന്ന് കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴികട്ടെ. കല്ലറ തുറക്കട്ടെ. കൈയടിച്ചു. മരണബന്ധനങ്ങളെ വിട്ടുപോരു നീ, മരണബന്ധനങ്ങളെ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടും. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ. ഓ ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി ക്രൂശിൽ മരിച്ചുവല്ലോ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി ക്രൂശിൽ മരിച്ചുവല്ലോ. വീണ്ടെടുക്കുവാൻ നിൻവിലയേകുവാൻ അവൻ വീണ്ടെടുക്കും. ഓ ജീവരക്തയേകനായി ചൊരിഞ്ഞുവല്ലോ, ജീവരക്തയേകനായി ചൊരിഞ്ഞുവല്ലോ. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. മഹത്വരാജൻ. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ ഒരു മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയും. ഒരു വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടെ ഓ പാപം പോക്കിടൂ, നിത്യോഗം നീക്കിടൂ. പാപം പോക്കിടൂ, നിത്യോഗം നീക്കിടൂ. ഓ ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടൂ, ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കി. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടും. ഓ മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ഓ ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു. അവൻ ഉരകിയ ദൈവശബ്ദം ഇന്ന് നിന്നിൽ മുടങ്ങിടട്ടെ. ലാസർ മരിച്ചവനായിരുന്നു, അവൻ ഉരകിയ ദൈവശബ്ദം ഇന്ന് നിന്നിൽ മുടങ്ങിടട്ടെ. ഓ കല്ലറ തുറക്കട്ടെ.